കർഷകനെ സംബന്ധിച്ചോളം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും നമ്മളെ വിപണനമാണ്. ആ വിപണനം സക്സസ് ആയാൽ നമ്മൾ കാർഷിക വിദ്യയിൽ വിജയിച്ചു എന്നാണ് അർത്ഥം. കർഷകന്റെ അവസ്ഥ എന്ന് പറയുന്നത് ലോണൊക്കെ എടുത്തും പലിശയ്ക്ക് എടുത്തൊക്കെയാണ് പലരും കൃഷി ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അവർക്ക് വിപണനം കൂടെ സക്സസ് ആയില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആ ഒരു സ്ഥിതി നമ്മളെ ഈ സമൂഹത്തിൽ നിന്ന് മാറണം. നമ്മൾ കർഷകർക്ക് ഉൽപ്പാദിച്ച് നേരെ കൊണ്ട് മാർക്കറ്റിൽ കൊടുക്കാൻ ചില സമയത്ത് സമയം കിട്ടില്ല. അങ്ങനെയാണ് ഈ കച്ചവടക്കാർ വന്ന് നമ്മളെ അത്യാവശ്യം വില കുറച്ച് കൊണ്ട് ഒരു സാധനം എടുത്തുകൊണ്ട് പോയി ഒരു മാർക്കറ്റിലോട്ട് കൊടുക്കുന്നു. പക്ഷെ ആ ഒരു സിസ്റ്റം മാറണം. നമ്മൾ നേരിട്ട് കർഷകരിൽ നിന്ന് കസ്റ്റമറിലോട്ട് എത്തുന്ന ഒരു സിസ്റ്റത്തിലോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ കർഷകർക്ക് ആ ഒരു ഗുണം കിട്ടൂ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ കർഷകരിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് എത്തുന്ന രീതിയാണ് ഞാൻ ചെയ്യുന്നത്. എന്നാലും അത് അങ്ങനെ തന്നെ കർഷകരെല്ലാവരും ആ ഫോളോ അപ്പ് ചെയ്ത് പോകണം. വെളിയിലുള്ള കച്ചവടക്കാർക്ക് കൊടുക്കേണ്ടെന്നല്ല, പക്ഷേ നമ്മൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കർഷകരിൽ നിന്ന് കസ്റ്റമറിലോട്ട് എത്തുന്ന രീതി ഫോക്കസ് ചെയ്യുന്നതാണ് എൻ്റെ രീതി. ഗുണമേന്മയുള്ള സാധനം ആർക്ക് കൊടുത്താലും നല്ല വില കിട്ടും എന്ന് ഉറപ്പാണ്. ഇപ്പം ഞാൻ കസ്റ്റമർക്ക് കൊടുത്താലും ശരി, അവിടെ നമ്മുടെ കച്ചവടക്കാർക്ക് കൊടുത്താലും ശരി, നല്ല ഒരു അത്യാവശ്യം നല്ല വില തരുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്ഷൻ അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്.